ഹലോ ഗായ്സ്, എല്ലാവർക്കും ലൈഫ് ആൻഡ് ലിവിൻസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്റ്റഡി വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജിയോഗ്രഫി പ്രാക്ടിക്കൽ എക്സാം ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. അപ്പോൾ നമ്മൾ രാവിലെയാണ് ഇരുന്ന് പഠിക്കേണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ 2 ചാപ്റ്ററാണ് കാര്യമായിട്ട് എനിക്ക് നോക്കാണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഏകദേശം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലൊന്ന് വായിച്ചാൽ മതി. കാരണം ഇൻസ്ട്രുമെൻസിൻ്റെ യൂസസും ഇൻസ്ട്രുമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു ചാപ്റ്റേഴ്സാണ് 2 കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുന്നുണ്ട് നല്ലപോലെ തന്നെ. കാരണം ആദ്യമായിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പിന്നെ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ റെക്കോർഡ് നമ്മുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്നും അത് എന്തിലൊക്കെയാണ് അളക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ച് ഉണ്ടായിരുന്നു നമ്മുടെ റെക്കോർഡിന് ചെയ്യാൻ. അത് ഞാൻ മറന്നുപോയതായിരുന്നു ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതാൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എഴുതുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനൽ ടച്ചപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ രാവിലെ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത് സോഫയിലാണ്. പിന്നെ ഞാൻ ടേബിളിലോട്ട് പോന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ഥലം മാറി, കുറേ നേരമായല്ലോ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കണക്കും കാര്യങ്ങളും ഗ്രാഫൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് തിയറീസൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയാവുന്നതാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളതൊന്ന് കാര്യമായിട്ട് 2-3 വട്ടം വായിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇന്നലെ കിടക്കാൻ കുറച്ച് ലേറ്റായി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് നേരം വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഏകദേശം പ്രാക്ടിക്കൽ എക്സാമൊക്കെ തുടങ്ങി കാണും. അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സാം എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ പോർഷൻസൊക്കെ കഴിഞ്ഞു സ്കൂളിലൊക്കെ, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ വിഷയവും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പ്രാക്ടിക്കൽ കഴിഞ്ഞൊന്ന് ആശ്വാസമായിട്ട് പിന്നെ തിയറിക്ക് നമുക്ക് ഇരിക്കാമല്ലോ. മറ്റേത് ഒരു പ്രാക്ടിക്കലാണെങ്കിൽ അതുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിയറിക്ക് ഇരിക്കാമല്ലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൽ നല്ലപോലെ ഗ്രാഫുകളും അതുപോലെ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കായിരുന്നു. അതുപോലെ കണക്കുകൾ ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് കിട്ടിയത്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഫൈനൽ ഒരു ഓടിച്ചു പോകൽ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. അതുപോലെ തന്നെ വാല്യൂസൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇമ്പോർട്ടൻസ് ആയ വാല്യൂസൊക്കെ നമ്മൾ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുകയായിരുന്നു പിന്നെയും. കാരണം അത് നമുക്ക് കുറേ വാല്യൂസ് ഉണ്ടല്ലോ, എത്ര പഠിച്ചാലും മറന്നു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ആ ടെൻഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയായിരുന്നു എന്നും പ്രോബ്ലംസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സിമ്പിൾസ് ഉണ്ട് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ നമ്മൾ ഏതാണ് അവർ നമ്മളോട് ചോദിക്കുക എന്നറിയില്ല. അപ്പോൾ നമ്മളെല്ലാ സൈൻസും കാണാതെ പഠിച്ച് പോകുന്നുണ്ട്. കാരണം മാപ്പിൽ ഒരു സൈന് ചോദിച്ചിട്ട് ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ സൈൻസും കാണാതെ പഠിച്ചിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണിത്. കാരണം മാപ്പ് നമ്മളോട് ചോദിക്കും, അപ്പോൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രശ്നമാവില്ലേ. അപ്പോൾ അത് നല്ലപോലെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മെയിനായിട്ട് ഞാൻ ഇതിനിരിക്കുക ഇങ്ങനെ ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ രാവിലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ.
അതായത് ഇങ്ങനെ വാട്ടർഫോൾ, ക്ലിഫ്, സ്ലോപ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും മറക്കണ കാര്യമാണ്. കാരണം ഏകദേശം ചെറിയ വ്യത്യാസമുള്ളൂ എല്ലാതും തമ്മിൽ. അപ്പോൾ അതിൻ്റെ ലൈൻസും വാല്യൂസും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കുകയാണ് കേട്ടോ. അത് പിന്നെയും വരച്ച് പഠിക്കുകയാണ്. കാരണം എനിക്ക് നല്ല ഉറപ്പാണ് മാറിപ്പോവാൻ ആകെ ചാൻസ് ഉള്ള കാര്യമാണ് കേട്ടോ ഈ പിക്ചേഴ്സ്. അപ്പോൾ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മാപ്പ് നമുക്ക് വരയ്ക്കാനുണ്ടാവും, മാപ്പ് ലേഔട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വെതർ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് വല്ലാതെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഗായ്സ്, എൻ്റെ സ്റ്റഡി പ്രിപ്പറേഷൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.